ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ തക്കടുവിനെ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. തക്കടു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പകുതി വായി തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ മുടി ഒന്ന് ചീപ്പി കൊടുക്കാമെന്ന് വിചാരിച്ച്. തക്കടുവിന് ഹെയർ ബാൻഡും സ്ലൈഡൊക്കെ കുത്തുന്നതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. കുത്തി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, അത് കഴിഞ്ഞാൽ ഊരിത്തരും. മുടിയെല്ലാം കണ്ണിലെത്തി വെട്ടാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പാക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പാക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല കേട്ടോ. വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. മക്കളെ മദ്രസയിലേക്കൊക്കെ അയച്ച് തക്കടുവിനെ താണ്ടെ അംഗൻവാടി കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജോലിക്ക് പോകും. ഇന്ന് എന്തൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊക്കെ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുഡ് മുഖ്യം. അപ്പോൾ ഫുഡ് തക്കാളിച്ചോറാണ് കേട്ടോ. തക്കാളിച്ചോറാകുമ്പോൾ വേറെ കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ കറിയൊക്കെ ഇരിപ്പുണ്ട്, തലേന്നത്തെയാണ്, പുതിയത് വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാനതിൽ കുറച്ച് വെളുത്തുള്ളി അച്ചാറും കൂടെ എടുത്ത് കേട്ടോ, ഒരു ടച്ചിങ്സിനെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരുങ്ങി വണ്ടി കയറിയപ്പം ഞാനും തക്കടും കൂടെ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തക്കട് ടാറ്റ പറയുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട്. ഹലോ. അപ്പോൾ രാവിലെ ഞാനും തക്കടും കൂടെ പോകുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. തക്കടുവിനെ ഞാൻ അംഗൻവാടിയിലൊക്കെ കൊണ്ടുവിട്ട് ജോലിക്കൊക്കെ പോയി. അപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുറേയൊന്നും അവിടുത്തെ വീഡിയോസ് അല്ലാണ്ട് വേറെ കുറേ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റൂല. അവിടുത്തെ വീഡിയോസ് അല്ലാണ്ട് നമ്മുടെ വേറെയുള്ള വീഡിയോസൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടുത്തെ കൺസെഷൻ്റെ അവിടുത്തെ ജോലിപരമായിട്ടുള്ള വീഡിയോസൊക്കെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങി നേരെ പാക്ക് ചെയ്യുന്നിടത്തോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നത് താണ്ട ഈ വീട്ടിൽ കൊടുത്താണ് പാക്ക് ചെയ്യുന്നത്. മുമ്പ് ഞാൻ തനിയായിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമുക്കൊരു സുഹൃത്ത് തന്നെയാണ് പാക്ക് ചെയ്യാനായിട്ട് കിട്ടിയത്. അപ്പോൾ ആ കൊച്ചാണ് പാക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നപ്പം അതിനൊരു ജോലിയായി. അപ്പോൾ അതെൻ്റെ അടുത്ത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനുണ്ടാവും. ഒരു 25-30 കിലോ ഒക്കെ നമ്മൾ പാക്ക് ചെയ്യും കേട്ടോ. കടല ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ മസാലയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കടകളുടെ റൂട്ട് മാറിയപ്പോഴാണ് ആ പാക്കിങ്ങൊക്കെ ഞാൻ ഒഴിവാക്കിയത്. പിന്നെ 1-2 കടകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി, അതായത് കുറച്ച് കടകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി മസാലയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ സ്പൈസസൊക്കെ നല്ല ചിലവുള്ള ഐറ്റമാണ്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ അത് അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ലൈൻ സപ്ലൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം എടുത്താലും നമുക്ക് സെയിലായി കിട്ടും കേട്ടോ. പിന്നെ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് ജോലിക്ക് വന്നവർ പാക്ക് ചെയ്യാൻ വന്നവർക്കൊക്കെ ജോലി കിട്ടി. അപ്പോൾ സത്യമാണോ, ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് കമൻ്റ് ഇട്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ചിരിയും വന്നു, സങ്കടം വന്നു കേട്ടോ. ഓരോരുത്തരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. ഞാനിങ്ങനെ ഒരു തമാശ രീതിയിൽ പറഞ്ഞാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത്, അവൾ കുറേ ആയിട്ട് എന്തെങ്കിലും ഒരു വീട്ടു ജോലി, അതായത് തൂക്കാനും തുടയ്ക്കാനും കഴുകാനുമുള്ള ജോലിയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് കുറേ ജോലി അന്വേഷിച്ച് അവസാനം എൻ്റെ അടുത്ത് വന്നെത്തിപ്പെട്ടത്. അപ്പോൾ പാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നപ്പം കുറച്ച് നാൾ പാക്ക് ചെയ്ത് തന്ന്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കുറേ ഇടത്ത് അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം വേറൊരിടത്ത് ഡെയിലി ഒരു വീട്ടു ജോലിയാണ് കേട്ടോ. പിന്നെ തൂക്കലും തുടയ്ക്കലും കഴുകലും അങ്ങനെയുള്ള ഒതുക്കി പറക്കലൊക്കെ ഡെയിലി. അപ്പോൾ പോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോ, അതിനെന്താ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അതിന് ശേഷം വീണ്ടും വേറൊരു സുഹൃത്ത് എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് വന്നു. നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ പരിചയക്കാരിലേക്ക് ആയിരിക്കും നമ്മൾ ആദ്യം പറയുക. അപ്പോൾ അങ്ങനെ എൻ്റെ വേറൊരു സുഹൃത്ത് പാക്ക് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ കുറച്ച് നാൾ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവൾക്ക് വേറൊരു ജോലി ശരിയായി. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ച്, നമ്മൾ ആഴ്ചയിൽ 2 വട്ടം പാക്കിംഗ് അല്ലേ ഉള്ളൂ. ഡെയിലി നമുക്കൊരു വരുമാനം കൊടുക്കാനുള്ള പാക്കിംഗ് ആയിട്ടില്ല. അങ്ങനെ അവിടെ ആൾ പോയി. അപ്പോഴാണ് എനിക്ക് ഒറ്റയ്ക്ക് പാക്ക് ചെയ്യലും കടയിൽ കൊണ്ടു കൊടുക്കലും പിന്നെ നമ്മുടെ കടയത്തേക്കുള്ള പർച്ചേസിങ്ങും എല്ലാം കൂടെ നടക്കാണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സുഹൃത്ത് മുഖേന തന്നെയാണ്
അപ്പം നന്നായി പാക്ക് ചെയ്ത് തരും കേട്ടോ. നല്ല ക്ലീനായിട്ട് പാക്ക് ചെയ്ത് ബോർഡടിച്ച് ചെയ്ത് തരും. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തത്. അങ്ങനെ കുറേ നാൾ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടുത്തെ ആൾക്കും ജോലി കിട്ടി. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ച്, താത്ത അങ്ങനെ ജോലി റെഡി ആയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ജോലി ഇട്ടെങ്കിൽ ജോലിക്ക് പൊയ്ക്കോ. അപ്പോൾ താത്ത പാക്കിങ് നിർത്തുമൊന്നും വേണ്ട, ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട്, ഇപ്പം ഞാനും വർക്കിന് പോകണ്ടല്ലോ, ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്, ബിൽഡേഴ്സ്, സൺസ്മാർട്ട് ബിൽഡേഴ്സ് കേട്ടോ. അപ്പോൾ അവിടെ വീഡിയോസ് എടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് പോയത്, ജോലിക്ക് പോയതല്ല. അതിൻ്റെ പിന്നെ പ്ലോട്ടുകളും വർക്കുകളും എല്ലാം വീഡിയോസ് ചെയ്തിട്ട് യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടാ. അങ്ങനെ അതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കായിട്ടാണ് ഞാൻ അവിടെ പോയത്. പിന്നെ കുറച്ച് സ്മാർട്ട് ആക്റ്റീവ് ആയതുകൊണ്ട് അവർക്ക് അവിടുത്തെ ബാങ്കിങ്ങിൻ്റെ ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പേപ്പേഴ്സ് വർക്കുകൾ, പിന്നെ അവിടുത്തെ ഈ വീഡിയോസ് ചെയ്യലും കേട്ടോ, അതിൻ്റെയും വർക്ക് എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഡെയിലി പോകേണ്ടതായിട്ട് വന്ന്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ മുന്നേയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ അവിടത്തും ജോലിക്ക് പോകൂല, എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകണം, അങ്ങനെയൊക്കെ. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഇവിടുത്തെ കുട്ടിക്കും ജോലി കിട്ടി, പാക്ക് ചെയ്തിരുന്ന കുട്ടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വെക്കോ, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പാക്കിങ് എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ, കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് ചെയ്തു തരാം. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഞാനും വർക്ക് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും സാധനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ രാവിലെ പോകുന്ന നേരത്ത് എവിടെയെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം കടകളിൽ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും. അതെൻ്റെ ചെറിയൊരു സൈഡ് വരുമാനമാണ് കേട്ടോ. അപ്പോൾ ജോലിക്ക് ആണ്ട് പോയിരിക്കണം, അവൾ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പാക്ക് ചെയ്യാനുള്ള കവറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പാക്ക് ചെയ്യാൻ വന്നവർക്കൊക്കെ ജോലി കിട്ടി. അതാലോചിച്ചപ്പോൾ എനിക്ക് ചിരി വന്ന്. അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഉമ്മ പറയും, നിൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ നല്ല ഐശ്വര്യമാണ്, അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി, ഇപ്പോൾ പാക്ക് ചെയ്യാൻ പോയടത്തും അവർക്കും ജോലി കിട്ടി, നിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നവർക്കൊക്കെ നല്ല ബർക്കത്താണ് എന്ന്. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയില്ല, ഐശ്വര്യമുണ്ട് എന്നാണ് കേട്ടോ ഉമ്മ പറഞ്ഞത്. തമാശ പറഞ്ഞാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോടുകൂടെ ഈ കാര്യം പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആണ്ടെ ഞാൻ പാക്ക് ചെയ്യാൻ കവറെടുത്തത് മാറിപ്പോയി, കട്ടി കുറഞ്ഞ കവറായിപ്പോയിട്ടോ. അങ്ങനെ അത് വേറെ മാറ്റിയിട്ട് അതും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത സാധനമൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് നാളെയാണ് അത് സെയിൽ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ സമയം 6 മണി കഴിഞ്ഞു, ഇനി കൊടുക്കാൻ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നാളെ ജോലിക്ക് പോകുന്ന നേരത്ത് കൊണ്ടുപോയിട്ട് വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയൊക്കെ കൊടുത്ത് തീർക്കും. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ അകത്തോട്ട് കയറി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കണ്ടൻറ്റിന് ചേഞ്ച് വരുത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ വേണ്ട, ശരി, എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.